തലമുടി നല്ല രീതിയിൽ ഫാസ്റ്റായിട്ട് വളരാനായിട്ടുണ്ടല്ലോ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. നല്ലൊരു ടിപ്പ് പറഞ്ഞു തരട്ടെ. നമുക്ക് കുട്ടികൾക്കൊക്കെ തേച്ച് കൊടുക്കാം. കുട്ടികളുടെയൊക്കെ തലമുടിയിലൊക്കെ മുടിക്കായ ഉണ്ടെങ്കിൽ പോവുകയും ചെയ്യും. അത് മാത്രമല്ലാണ്ട് നീർക്കെട്ടൊന്നും വീഴത്തില്ല. പിന്നെ അകാല നരയൊക്കെ ഉള്ള ആളുകൾക്ക് തലമുടി നരയ്ക്കാതൊക്കെ ഇരിക്കാനൊക്കെ ആയിട്ട് കുളിക്കുന്നതിന് തൊട്ട് മുൻപ് ഈ ഒരു വെള്ളം വെച്ച് തല കഴുകി കൊടുക്കുകയാണെങ്കിൽ നര വരത്തില്ല. മുടിക്ക് നല്ലൊരു കരുത്തും മുടി കൊഴിച്ചിലും മാറാനായിട്ട് നല്ലതാണ്. അപ്പോൾ അതിനായിട്ട് ഫസ്റ്റ് എടുക്കേണ്ടത് നമ്മുടെയൊക്കെ വീടിൻ്റെ മുറ്റത്തും പരിസരത്തൊക്കെ ഈ മൈലാഞ്ചിയുടെ ഇല നിൽക്കുന്നുണ്ടാവും. ഈ മൈലാഞ്ചിയുടെ ഇല നമുക്ക് തലമുടി നരയ്ക്കാതിരിക്കാൻ നല്ലതാണ്. മുടി വളരാനൊക്കെ ആയിട്ട് നല്ലതാണ്. അപ്പം ഒരു ചെറിയൊരു കമ്പൊക്കെ നമ്മൾ ഇങ്ങനെ ഓടിച്ചിട്ട് വീടിൻ്റെ അകത്തെടുത്ത് വെക്കുവാണെങ്കിൽ തന്നെ അവിടെ ഇരുന്ന് തന്നെ തുടങ്ങിക്കോളും. അപ്പം മൈലാഞ്ചിയുടെയൊക്കെ കായും പൂവൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ഉണക്കിയെടുത്ത് വീടിൻ്റെ അകത്ത് തന്നെ വെക്കുവാണെങ്കിൽ ഒരുപാട് നാളെ ഒരു കൊല്ലമൊക്കെ ഇരുന്നാലും കേട് വരത്തില്ല കേട്ടോ. പിന്നെ നമുക്ക് നര ഉള്ളവർക്കും അതുപോലെ മുടി കൊഴിച്ചിലൊക്കെ ഉള്ളവർക്കും ഇതിൻ്റെ കൂടുതൽ ചേർത്ത് കൊടുക്കാൻ നല്ലത് ഈ നെല്ലിക്കയുടെ പൗഡറോ അതല്ലെങ്കിൽ പച്ച നെല്ലിക്ക നമ്മൾ വീട്ടിലൊക്കെ വാങ്ങി വെച്ചിട്ട് ഉണക്കിയെടുത്ത് വെച്ചാലും മതി. നല്ല വെയിലുള്ള ടൈമിലൊക്കെ ചെറുതായിട്ട് ചീമ്പിയിട്ട് അരിഞ്ഞിട്ട് ഉണക്കിയെടുത്ത് വെച്ചാലും അത് അവിടെ ഇരുന്നോളൂ കേട്ടോ. ഒരുപാട് നാളത്തേക്ക് ഇരിക്കും. ആവശ്യത്തിനാവശ്യം ഉണ്ടാക്കിയെടുത്താലും മതി. ഇതുപോലെ ഒരു കുറച്ചൊക്കെ എടുത്താൽ മതി. ഒരു 4-5 കഷ്ണമൊക്കെ എടുത്താൽ മതി. അപ്പം നെല്ലിക്ക ഉണക്കിയത് എല്ലാവരുടെ വീട്ടിലൊന്നും ഉണ്ടാവണമെന്നില്ല. മൈലാഞ്ചി ഇല ഒക്കെ ഉണ്ടെങ്കിൽ എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ കൂട്ടത്തിൽ 1 സ്പൂൺ നെല്ലിക്കയുടെ പൗഡർ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. മുടിക്ക് നല്ല കറുപ്പും കിട്ടും, തിളക്കവും കിട്ടും, മുടി കൊഴിച്ചിൽ മാറാൻ നല്ലതാണ്. നരയൊക്കെ ഉള്ളവർക്ക് നര വരാതിരിക്കാനൊക്കെ ആയിട്ടും ഒക്കെ നല്ലതാണ്. നെല്ലിക്കയുടെ പൊടി നിങ്ങൾ ഇതുപോലെ ഓഫർ പ്രൈസിൽ വാങ്ങുകയാണെങ്കിൽ കോംബോ ആയിട്ട് കിട്ടും കേട്ടോ. 6 പാക്കറ്റായിട്ട് കിട്ടുമേ. നമ്മുടെ നെല്ലിക്കയുടെ പൊടിയും ഷികാക്കായുടെയും റീത്തയുടെയും ചെമ്പരത്തിയുടെയും ഒക്കെ ആയിട്ടുള്ള എൻ്റെ 6 കൂട്ടുള്ള എൻ്റെ കോംബോ കിട്ടുമേ. വേണ്ടവർ മെസ്സഞ്ചറിൽ വരുവാണെങ്കിൽ ഞാൻ ലിങ്ക് ഇട്ട് തരാം. നിങ്ങൾ 2 പാക്കറ്റ് വാങ്ങുന്ന പൈസയ്ക്ക് 6 പാക്കറ്റ് കിട്ടും കേട്ടോ. അപ്പോൾ മെസ്സഞ്ചറിലോട്ട് പോരെ. അപ്പോൾ ഇതുപോലെ ഞാനിപ്പോൾ നെല്ലിക്കയുടെ 1/2 സ്പൂൺ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് തേയില ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ തേയില നമ്മൾ ചേർക്കുകയാണെങ്കിൽ തലമുടി നര വരാതിരിക്കാനൊക്കെ ആയിട്ടും മുടിക്ക് നമുക്ക് മുടി കൊഴിച്ചിൽ മാറാനൊക്കെ ആയിട്ട് നല്ലതാണ്. അപ്പോൾ തേയിലയുടെ പൗഡർ ഉള്ളവർക്ക് ഇട്ട് കൊടുക്കാം. അതില്ലെങ്കിൽ കോഫി പൗഡർ ചേർത്താലും മുടി നരയ്ക്കുന്നവർക്കൊക്കെ നല്ലതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ കൂടുതൽ ഒരു 1/2 സ്പൂണോളം വരുന്ന രീതിയിൽ ഉലുവ ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ല രീതിയിൽ താരനും മുടി കൊഴിച്ചിലൊക്കെ മാറി മുടി നല്ല ഉള്ളോടുകൂടി വളരും ഈ ഉലുവ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ. പിന്നെ കരിഞ്ചീരകം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്കൊന്നും നീർക്കെട്ട് വീഴത്തില്ല. തലമുടിക്ക് നല്ല കറുപ്പും തിളക്കവും കിട്ടും. നീർക്കെട്ട് വീഴത്തുമില്ല. അതിൻ്റെ ഒപ്പം തന്നെ ഈ കാലനരയൊക്കെ തടയാനായിട്ട് കരിഞ്ചീരകം നല്ലതാണ്. അപ്പോൾ കരിഞ്ചീരകം 1/2 സ്പൂൺ ഇട്ട് കൊടുത്ത് നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു നുള്ള് നമുക്ക് റോസ്മേരിയുടെ ലീഫും ഇട്ട് കൊടുക്കാം. റോസ്മേരിയുടെ ലീഫ് നമുക്ക് തലമുടിക്ക് നല്ല മണം കിട്ടുന്നത് മാത്രമല്ല മുടി കൊഴിച്ചിൽ നിർത്താനായിട്ട് നല്ലതാണ്. അപ്പം മുടി പെട്ടെന്ന് കിളിർത്ത് വരാനായിട്ട് ഈ ഒരു റോസ്മേരിയുടെ ലീഫ് നല്ലതാണ്. പിന്നെ ഇതിൽ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഇത് നീർക്കെട്ട് വീഴാതിരിക്കാനായിട്ട് കുട്ടികൾക്ക് പേടിയുള്ള അമ്മമാർക്ക് തുളസിയുടെ ഇലയോ പനിക്കൂർക്കയുടെ ഇല ഇട്ട് കൊടുക്കാം. ഒരു 10-15 മിനിറ്റ് നേരം വെട്ടി തിളപ്പിക്കണം കേട്ടോ. നിങ്ങൾക്ക് ഓഫർ പ്രൈസിൽ കരിഞ്ചീരകവും റോസ്മേരി ലീഫും നെല്ലിക്കയുടെ ഒക്കെ ഉള്ള അതിൻ്റെ കോംബോയും വേണമെന്നുണ്ടെങ്കിൽ മെസ്സഞ്ചറിലോട്ട് വരുവാണെങ്കിൽ ഞാൻ ലിങ്ക് ഇട്ട് തരാവേ. യൂട്യൂബ് വീഡിയോയുടെ ലിങ്കായിട്ട് വരുന്നത്. അപ്പം ആ വീഡിയോ ഡിസ്ക്രിപ്ഷൻ്റെ താഴെ ലിങ്ക് കൊണ്ട് വാങ്ങാനുള്ളത് എല്ലാം താഴെ ഉണ്ടാവും ഓഫർ പ്രൈസിൽ. നിങ്ങൾ കയറി വാങ്ങിച്ചോട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങളത് ഒരു 15 മിനിറ്റ് നേരം വെട്ടി തിളപ്പിക്കുക. തിളച്ച് വന്നു കഴിയുമ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെ സത്തൊക്കെ ഒന്ന് ഇളകി നമുക്കത് ഇതുപോലെ കിട്ടും. ഒരു കറുപ്പുമല്ല ഒരു ചുവപ്പും അല്ലാത്ത ഒരു നല്ലൊരു കളറിൽ കിട്ടും. ആ നെല്ലിക്കയുടെ എല്ലാത്തിൻ്റെ കൂടെ സത്ത് ഇളകി കഴിഞ്ഞിട്ട് ഇത് നിങ്ങൾ ചൂടാറിയതിന് ശേഷം നമുക്കിത് അരിച്ചെടുത്ത് ഒഴിച്ചെടുക്കാം. എന്നിട്ട് നമുക്കിത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാനായിട്ടാണെങ്കിൽ നമുക്ക് ഇതിനകത്തേക്ക് വൈറ്റമിനിയുടെ ക്യാപ്സൂൾ പൊട്ടിച്ചെടുത്ത് ഒഴിച്ച് വയ്ക്കുവാണെങ്കിൽ 1 മാസം ഈ വെള്ളം ഫ്രിഡ്ജിലിരുന്നാലും കേട് വരത്തില്ല. അപ്പോൾ വൈറ്റമിനിയുടെ ക്യാപ്സൂൾ ഇതാണ് കേട്ടോ. അപ്പം ഈ വൈറ്റമിനിയുടെ ക്യാപ്സൂൾ ഞാൻ ഓഫർ പ്രൈസിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ നിങ്ങൾക്ക് മെസ്സഞ്ചറിൽ ലിങ്ക് ഇടുമ്പോൾ അതിൻ്റെ കൂടുതൽ അതിൻ്റെ താഴെ എല്ലാം ഉണ്ടാവും കേട്ടോ. വൈറ്റമിനിയുടെ ക്യാപ്സൂൾ 100 100 വില വരുന്നുള്ളൂ. 97 വില വരുന്നുള്ളൂ. ഓഫർ നോക്കി വാങ്ങിച്ചോട്ടോ. അപ്പോൾ ഇതുപോലെ ഞാനിപ്പം ഒരെണ്ണം പൊട്ടിച്ചിടുന്നുണ്ട്. അപ്പം ഇത് നമ്മൾ പൊട്ടിച്ചെടുത്ത് വയ്ക്കുവാണെങ്കിൽ ഫ്രിഡ്ജിൽ ഒരു മാസം ഇരുന്നാലും കേട് വരത്തില്ല. അപ്പം നിങ്ങളിത് കുളിക്കാൻ നേരത്തെ നമ്മളിത് കുറച്ച് കയ്യിലേക്ക് എടുത്ത് ഒഴിച്ചിട്ട് നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ കയറുന്നതിന് തൊട്ട് മുൻപ് നമുക്ക് ഈ ഒരു വെള്ളം കുറച്ച് കയ്യിലെടുത്ത് ഒഴിച്ചിട്ട് കപ്പിലേക്കൊക്കെ എടുത്ത് ഒഴിച്ച് കൊണ്ടുപോയാലും മതി. എന്നിട്ട് നമ്മൾ തല ലാസ്റ്റ് ഈ വെള്ളത്തിൽ കഴുകിട്ടാൽ മതി. പിന്നെ നിങ്ങൾ വെള്ളം ഒഴിക്കേണ്ട. അപ്പം അങ്ങനെയാണെങ്കിൽ മുടി കൊഴിച്ചിൽ പെട്ടെന്ന് മാറുകയും ചെയ്യും. തലമുടി ഒരുപാട് നരയ്ക്കാതിരിക്കാനൊക്കെ ആയിട്ട് നല്ലതാണ്. ഒരുപാട് മുടി നരയ്ക്കാതിരിക്കും. കുട്ടികൾക്ക് തേച്ച് കൊടുക്കാം. കറിവേപ്പില ഇട്ട് തിളപ്പിച്ച് എടുത്തേക്കുന്നത് കൊണ്ട് തന്നെ കുട്ടികളുടെയൊക്കെ തലമുടിയിൽ മുടിക്കായൊക്കെ ഉണ്ടെങ്കിൽ ഊർന്നു പോകും. മുടി കൊഴിച്ചിലും മാറും കേട്ടോ. അപ്പോൾ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നല്ലൊരു വീഡിയോ വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എല്ലാ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലെ ടിപ്സ് വീഡിയോസിനായിട്ട് പേജ് ഫോളോ ചെയ്യാം കേട്ടോ. ബൈ.